welcome to UPSC Grid IAS learning platform. This is me Devapriya. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ എങ്ങനെ ഹൗ ടു പ്രിപ്പയർ ആർട്ട് ആൻഡ് കൾച്ചർ ഫോർ UPSC മെയിൻസ് എക്സാമിനേഷൻ. സോ ബോത്ത് മെയിൻസ് ആൻഡ് പ്രിലിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറഞ്ഞത്. സോ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം തന്നെയാണ് ആർട്ട് ആൻഡ് കൾച്ചർ. പക്ഷേ ഹിസ്റ്ററി പറയാതെ ആർട്ട് ആൻഡ് കൾച്ചർ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾ മെയിൻസിൻ്റെ സിലബസിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ മെയിൻസിന് വരുന്ന അതേ സബ്ജക്റ്റ് തന്നെയാണ് പ്രിലിംസിനും അപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ പ്രിലിംസ് പറയാതെ മെയിൻസ് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സെയിം ടോപ്പിക് തന്നെയാണ്. അപ്പം പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോക്കസ് ഓൺ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റ് വൈസ് എടുത്തിട്ട്, ഒന്നെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ടോപ്പിക്സ് ആദ്യം മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുകയും അതിൻ്റെ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം കൺസേർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു രീതിയിൽ പഠിക്കണോ, മെയിൻസിന് വേണ്ടിയിട്ട് മറ്റൊരു അപ്രോച്ചിൽ പഠിക്കണോ, അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മെസ്സപ്പ് ആവും. അപ്പം അത് വേണ്ട, നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുക. സോ പ്രിലിംസ് എഴുതാനുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പ്രിലിംസ് മോക്ക് ടെസ്റ്റുകൾ സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഫെച്ചിങ് മോർ മാർക്സ് ഇൻ പ്രിലിംസ് ആസ് വെൽ ആസ് ഇൻ മെയിൻസ്. So now in this video we will be discussing how to prepare history part. So except this art and culture part, I will be discussing the syllabus and strategy for all other various aspects of history: ancient Indian history, modern Indian history, world history. Okay, medieval also, ancient, medieval, modern and world history. Okay, fine. സിലബസും സ്ട്രാറ്റജിയും ഒക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കേണ്ട ഒരു പ്രധാന കാര്യം, അതായത് പ്രീവിയസ് ഇയർ ട്രെൻഡ് അനാലിസിസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ്, അത് മെയിൻസിനും അതേപോലെ തന്നെ പ്രിലിംസിനും എത്രത്തോളം വെയിറ്റേജ് നമ്മൾ ഈ സബ്ജക്റ്റിന് കൊടുക്കണം എന്നറിയാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഓക്കെ, 2011 മുതൽക്കാണ് നമ്മളുടെ പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. UPSC ഒരു ഇപ്പം നടക്കുന്ന പ്രിലിംസിൻ്റെ, അതായത് നമ്മുടെ നിലവിലുള്ള പ്രിലിംസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 2011 മുതൽക്ക് നിലവിൽ വന്നതാണ്. അപ്പോൾ 2011 മുതൽക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏത് ടോപ്പിക്സിന് വെയിറ്റേജ് കൊടുക്കണം, എങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്ട്സിനെയും ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. പ്രിലിംസിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, ഓൺ ആൻ ആവറേജ് നമുക്ക് ടോട്ടൽ ഒരു 19 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു 15 to 19 ഓൺ ആൻ ആവറേജ് നമുക്ക് ഹിസ്റ്ററി പാർട്ട്, ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി എല്ലാത്തിൽ നിന്നും കൂടിയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 19 ക്വസ്റ്റ്യൻസ്. ഇനി 1 by 1 ഓരോ സബ് ടോപ്പിക്സിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. മാക്സിമം ഇറ്റ് വിൽ നോട്ട് എക്സീഡ് 4. ഓക്കെ, ദാറ്റ് ഈസ് 2 to 4 ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദി ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ 3 to 6. ഓക്കെ, കുറഞ്ഞത് ഒരു 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ എന്താണ് മാക്സിമം 6 ക്വസ്റ്റ്യൻസ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഏറ്റവും കുറഞ്ഞത് നമുക്ക് 9 എണ്ണമെങ്കിലും പ്രതീക്ഷിക്കാം. ആൻഡ് ടു ദി മാക്സിമം ഓഫ് 17 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസിനെയും ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമായിട്ട് മോഡേൺ ഹിസ്റ്ററിനെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ആർട്ട് ആൻഡ് കൾച്ചറും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ I would not suggest you to skip this ancient Indian history and medieval Indian history part. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പം ഓരോ മാർക്സിനും നമുക്ക് വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ ഈ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അപ് ടു ഏൻഷ്യൻ്റിൽ നിന്നും മിഡീവലിൽ നിന്നും നമുക്ക് മാക്സിമം ഒരു
ആറോ ഏഴോ ഓൺ ആൻ ആവറേജ് നമുക്ക് 7 to 8 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിറ്റർമൈൻ യുവർ മാർക്സ് ഓഫ് പ്രിലിമിനറി GS. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു skip this ancient Indian history and medieval Indian history part. Okay, now the art and culture part. Again in art and culture നമുക്ക് 5 to 14 questions expect ചെയ്യാം. ഓക്കെ, സോ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആർട്ട് ആൻഡ് കൾച്ചറിനും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്കുമാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിൻ്റെ കാര്യം നോക്കാം. ഇതിൽ തന്നെ മെയിൻസിൽ നമുക്ക് കൾച്ചർ, കൾച്ചർ, ദെൻ മോഡേൺ ഹിസ്റ്ററി, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, അതെല്ലാം ഫ്രീഡം സ്ട്രഗിൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം 18th century. ഓക്കെ, 1 by 1 ഓരോ ടോപ്പിക്സ് നോക്കാം. ദെൻ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, സോ ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് ഹിസ്റ്ററി പാർട്ടിൽ മെയിൻസിന് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ കൾച്ചർ ആവറേജ് 25 to 40 marks. ഓക്കെ, വിച്ച് നോട്ട് ബാഡ്. 25 to 40 marks നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 2013 മുതൽക്കാണ് ഇപ്പോഴത്തെ നമ്മളുടെ മെയിൻസിൻ്റെ സിലബസും സ്ട്രാറ്റജിയും ഒക്കെ ഈ കറണ്ട് സ്ട്രാറ്റജിയിലേക്കൊക്കെ വന്നത്. അപ്പോൾ 2013 മുതൽക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആർട്ട് ആൻഡ് കൾച്ചറിൽ ഒരു 3 ക്വസ്റ്റ്യനോളം നമുക്ക് പ്രതീക്ഷിക്കാം. 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേ ബി 10 marks, 12 marks. ഓക്കെ, മാർക്സ് ഡിഫറെൻ്റ് ആണ്. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 25 മുതൽക്ക് 40 marks വരയ്ക്ക് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 4 to 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. 4 to 7 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി മോഡേൺ ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണ്, ബട്ട് നമ്മളതിനെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നു. അപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നിന്ന് നമുക്ക് ഒരു മേ ബി 3 or 1 ക്വസ്റ്റ്യൻ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയിൽ 3 ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു, 2 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യനും. 3 ക്വസ്റ്റ്യൻ, 2 അല്ല 3 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം 2 വർഷം മാത്രമേ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇതുവരേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം എന്ന് കരുതിയിട്ട് UPSC സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സിലബസിൻ്റെ ഭാഗം ആണ് എന്നതുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്കത് പഠിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, UPSC അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദെയർഫോർ വി വിൽ ഹാവ് ടു സ്റ്റഡി ദാറ്റ്സ് ഇറ്റ്. മേ ബി 1 or 2 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇനി വേൾഡ് ഹിസ്റ്ററി പാർട്ട്. വേൾഡ് ഹിസ്റ്ററി മെയിൻസിന് തന്നെയാണ്. നമുക്ക് ഓൺ ആൻ ആവറേജ് വേൾഡ് ഹിസ്റ്ററിക്ക് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാം. സോ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മളതിന് എത്ര വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ്. ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം. ഹിസ്റ്ററി നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ, മോഡേൺ ആൻഡ് വേൾഡ് ഹിസ്റ്ററി. ഇതിൽ പറയാതിരിക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ആൻഡ് വേൾഡ് ഹിസ്റ്ററി എന്നിങ്ങനെ ഭാഗത്തിലേക്ക് ഓരോ ടോപ്പിക്സും സബ് ടോപ്പിക്സും നോക്കാം. ഓവറോൾ പ്രിലിംസിന് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 15 to 18 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ദെൻ മെയിൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഓഫ് GS1 സിലബസിൻ്റെ ഭാഗമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഓരോ സബ് ടോപ്പിക്സും 1 by 1 ആയിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഇവൻറ്റ്, പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക്, ലേറ്റർ വേദിക്, ദെൻ മഹാജനപദാസ്, ഏജ് ഓഫ് ബുദ്ധ, ജൈനിസം, റിലീജിയസ് ആസ്പെക്റ്റ്. അത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ബുദ്ധ, ഏജ് ഓഫ് ബുദ്ധ, അതേപോലെ ജൈനിസം. ദെൻ നെക്സ്റ്റ് മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യ, ദെൻ ഗുപ്ത, പോസ്റ്റ് ഗുപ്ത. അതിൽ തന്നെ ഉള്ളത് പല്ലവ, ചലുക്യ, ദെൻ ആർട്ട് ഫോംസ് ലൈക്ക്
ഈ രണ്ട് ഭാഗം നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ആർട്ട് ഫോംസ്, ഡാൻസ്, മ്യൂസിക്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ. ആ വീഡിയോ പോയി നോക്കിയാൽ മതി. ഓരോന്നിലെ സബ് ടോപ്പിക്സിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ പീരിയോഡിക് അല്ലെങ്കിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഓരോ ടോപ്പിക്സിനെയും അനലൈസ് ചെയ്യാം. അത്രയും മാത്രമാണ് നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്സിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആർട്ട് ആൻഡ് ഏൻഷ്യൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ 1 by 1 ക്രൊണോളജിക്കൽ ഒരു ഓർഡറിൽ നോക്കിയിട്ട് പഠിക്കുക. നോർത്ത് ഇന്ത്യ മുസ്ലിം ഇൻവേഷൻ്റെ ടൈമിലുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻ റൂളേഴ്സ്, അവരുടെയൊക്കെ ഓരോരോ പ്രത്യേകതകൾ. ദെൻ മുഹമ്മദ് ഗസ്നി ആൻഡ് ഇസ്ലാമിക് അഡ്വെൻറ്റ്, ഖിൽജി, തുഗ്ലക് ആൻഡ് ലോധി ഡൈനാസ്റ്റീസ്. Then some regional kingdoms, Vijayanagar Empire, Mughals, later Mughals, Marathas, അവരുടെ റൈസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ സം റിലീജിയസ് മൂവ്മെൻറ്റ്സ് ലൈക്ക് സൂഫി മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇതൊക്കെയാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കുക. സോ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും നമ്മൾ ഈ പറഞ്ഞ സിലബസിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഫോക്കസ് അതിലെ ഓരോ പോയിന്റ്. ഇപ്പോൾ മുഹമ്മദ് ഗസ്നി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള ആ കൾച്ചറൽ ആസ്പെക്റ്റിന് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. സോ ദാറ്റ് അത് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന ഒരു ഭാഗത്തിൻ്റെ പഠനം നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരാതെ നമുക്ക് കുറച്ച് അതായത് ഈ ഏൻഷ്യൻറ്റിലും മിഡീവലിലും നമ്മളിങ്ങനെ ഓരോ ക്രൊണോളജിക്കലും ഓരോ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സും പഠിച്ചു വരുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിന് ഒന്ന് സ്ട്രെസ് ചെയ്യുക, അതിനെ ഒന്ന് ഒരു സെപ്പറേറ്റ് പെറുക്കി നമ്മൾ ചിലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാറ്റി വയ്ക്കുന്നത് പോലെ അതിലെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സിനെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ടും ഏൻഷ്യൻറ്റും മെഡീവലും നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മാത്രമാണ് അതിന് പ്രാധാന്യമുള്ളത്. ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് മെയിൻസിൻ്റെ UPSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മെയിൻസിൻ്റെ ഹിസ്റ്ററി സിലബസ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ let us go through it. Indian culture will cover the salient aspects of art forms, literature and architecture from ancient to modern times. ഓക്കെ, അത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം എബൌട്ട് ദി മിഡിൽ ഓഫ് 18th century അണ്ടിൽ ദ പ്രസൻറ്റ്. ഓരോ ഇവൻറ്റ്സും പേഴ്സണാലിറ്റീസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രീഡം സ്ട്രഗിൾ, ഓരോ പേഴ്സൺസും അതേപോലെ തന്നെ എന്താ പറയുക ഓരോ ഇവൻറ്റ്സും വേരിയസ് സ്റ്റേജസ് എല്ലാം നമ്മളതിൽ നോക്കുക. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, കൺസോളിഡേഷൻ, റീഓർഗനൈസേഷൻ വിത്തിൻ ദ കൺട്രി. ഞാൻ പറഞ്ഞു 2 വർഷം മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സോ ദാറ്റ് ഡസൻറ്റ് tell us this year you won't get any questions from this part. You can expect. ഓക്കെ, ദെൻ അടുത്തത് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. അതിൽ ഓരോ ഇവൻറ്റ്സും എന്തൊക്കെയാണ്: ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർ, റിട്രവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, കോളനൈസേഷൻ, ദെൻ പൊളിറ്റിക്കൽ ഫിലോസഫീസ് ലൈക്ക് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം എക്സെട്ര, അതിൻ്റെ ഇഫക്ട്സ് ഓൺ ദി സൊസൈറ്റി. സോ ഇങ്ങനെയാണ് നമ്മളുടെ മെയിൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതിൽ ക്രൊണോളജിക്കലി നമ്മൾ ഓരോ ഇവൻറ്റ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. മുഗൾ എംപയറിൻ്റെ ഡിക്ലൈൻ തൊട്ട് 1707 മുഗൾ എംപയറിൻ്റെ ഡിക്ലൈൻ, അവിടുന്ന് തൊട്ടിട്ടാണ് ഫോറിൻ പവേഴ്സ് മുഗൾസിൻ്റെയും ലേറ്റർ മുഗൾസിൻ്റെയും ഒക്കെ ഒരു ഡിക്ലൈൻ മുതൽക്കാണ് അവർ ശോഷിച്ചു പോയപ്പോഴാണ് ഫോറിൻ പവേഴ്സ് ഇന്ത്യയിൽ വളരാൻ തുടങ്ങിയത്. സോ അതിനുശേഷം ഫോറിൻ പവേഴ്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്, അവരുമായിട്ടുണ്ടായിട്ടുള്ള ക്ലാഷസും ഇഷ്യൂസും എല്ലാം തന്നെ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നപ്പോൾ അവരെങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ജയിക്കാനായിട്ട് സാധിച്ചത്. ദെൻ റിവോൾട്ട് ഓഫ് 1857, അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ആഫ്റ്റർ 1858, ബിഗിനിങ് ഓഫ് നാഷണലിസം, ദെൻ ഗാന്ധിയൻ എറ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, ട്രൈബൽസ് ആൻഡ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, കൺസോളിഡേഷൻ. സോ ഇങ്ങനെ നമുക്ക് ക്രൊണോളജിക്കലായിട്ട് പഠിക്കാം. മെറ്റീരിയൽസിനെ കുറിച്ചും ബുക്സ് ഏതൊക്കെ റെഫർ ചെയ്യേണ്ടത് അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ പറയാം. എന്നാലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് NCERT, ഓൾഡ് NCERT ഫോർ മോഡേൺ ഇന്ത്യ ബൈ ബിപിൻ ചന്ദ്ര, യു ക്യാൻ ഫോളോ ദാറ്റ്. ഇത് കൂടാതെ മറ്റ് ബുക്സും പറയുന്നുണ്ട്, അത് ലേറ്റർ സ്ലൈഡ്സിൽ നോക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്: റെവല്യൂഷണറി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്, ഫ്രഞ്ച് റെവല്യൂഷൻ
American Revolution, unification of Italy, unification of Germany, അങ്ങനെ. Then some other topics like bipolar world and Cold War, World War 1 and 2, then unipolar world, USSR and disintegration, imperialism, colonialism, fascism, Nazism, not mentioned, but Nazism, then Russian Revolution, etc. സോ ഇതൊക്കെയാണ് നമ്മൾ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിലേക്കൊക്കെ കുറച്ചൊന്ന് ഫോക്കസ് കൊടുക്കുക. മോഡേൺ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ അതിനെ പഠിക്കേണ്ട ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വാസ് ഇറ്റ്, ഓക്കെ, എവിടെയാണ് അത് നടന്നിട്ടുള്ളത്, ഏതൊരു പീരീഡിലാണ് നടന്നത്, വെൻ, ഓക്കെ, ഡ്യൂറിങ് ദി 18th സെഞ്ച്വറി, എവിടെ വെച്ചിട്ട്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട്, സോ കോസസ്, സോ വാട്ട് ആർ ദ കോസസ് ഫോർ ദിസ് തിങ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, എന്താണ് ഇങ്ങനെ ഒരു റെവല്യൂഷനിലേക്ക് സ്റ്റേറ്റിനെ കൊണ്ടുപോയത്, ഓക്കെ, ആൻഡ് ദെൻ ദി കോൺസിക്വൻസസ്. അങ്ങനെ ഒരു കോൺസിക്വൻസസ് അനാലിസിസ്, അതേപോലെ വെൻ, വെയർ, WH ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് ആവറേജ് വേൾഡ് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് കിട്ടും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 1 ക്വസ്റ്റ്യൻ വിൽ ബി ഹൈലി ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് വായിച്ചാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ബുക്സ് വായിച്ചിട്ട് ഈ ഇത്ര വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു വേൾഡ് ഹിസ്റ്ററി സിലബസിനെ നമ്മൾ കുറേ വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിൽ ഒരിക്കലും നമ്മൾ വേൾഡ് ഹിസ്റ്ററിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കരുത്. ബട്ട് ദെൻ മേക്ക് ഷുവർ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് നല്ലൊരു അനാലിസിസ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഒരു മീഡിയം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ആയിരിക്കും. സോ ദാറ്റ് നമുക്കൊരു ജനറൽ അവെയർനെസ് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര മാർക്കാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. ആ ഒരു ചെറിയ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു മാർക്ക് പോലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്സിനെ കുറിച്ചും നല്ലൊരു അനാലിസിസ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. കുറേ വലിയ ബുക്കുകൾ വാങ്ങിച്ചിട്ട് ബോത്ത് കോസ്റ്റ് അതേപോലെ തന്നെ ടൈം രണ്ടും നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയമുണ്ട്, എനർജി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മോഡേൺ വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോകാനായിട്ട് പാടുള്ളൂ. സോ ഇനി നമുക്ക് സിലബസ്, ഈ ഓരോ സിലബസും നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വേൾഡ് ഹിസ്റ്ററി, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല, യു മസ്റ്റ് റീഡ് എന്ന് പറയാനുള്ളത് 3 NCERT ബുക്സ് മാത്രമാണ് പറയണത്. ഒന്ന് തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി, ക്ലാസ് +1 പുതിയ NCERT ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ദെൻ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ പാർട്ട് 1 and 2, അതും വേൾഡ് ഹിസ്റ്ററി ആണ്. ഇനി വേൾഡ് ഹിസ്റ്ററി മോർ ഫോക്കസ് ഷുഡ് ബി ഗിവൺ ഫോർ ഇവൻറ്റ്സ് ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ഫ്രം 18th സെഞ്ച്വറി, മേ ബി 17th സെഞ്ച്വറി ഓൺവേർഡ്സ്. അതിൽ പിന്നിലേക്ക് പോയിട്ട് കുറേ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ശേഷമുള്ളത് നോക്കുക. അപ്പം അതായത് സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ പാർട്ട് 1 കുറച്ച് സെലക്റ്റീവായിട്ട് വായിക്കുക. അതിൽ ഫസ്റ്റ് പാർട്ട് ഒരു ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സൊക്കെ ബിഫോർ 16th സെഞ്ച്വറി അല്ലെങ്കിൽ 17th സെഞ്ച്വറിക്ക് മുമ്പുള്ള കുറേ ഭാഗങ്ങളാണ് അതിൽ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇനഫ് ടൈം ആൻഡ് എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വായിക്കാം. ഇഫ് യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആൻഡ് നോയിങ് തിങ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റയർ ബുക്സ് വായിക്കാം. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കാം. സോ ഈ 3 ബുക്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് മോഡേൺ വേൾഡ് ഹിസ്റ്ററി ബൈ നോർമൻ ലോവ്. ഇറ്റ്സ് ബിറ്റ് കോസ്റ്റ്ലി, അതേപോലെ തന്നെ വളരെ വലിയൊരു തടിയൻ ബുക്കാണ്. ഓക്കെ, ആ ബുക്ക് മുഴുവനും അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് സിലബസ്, എൻറ്റയർ വേൾഡ് ഹിസ്റ്ററി സിലബസ് നമുക്ക് അതിനകത്തു നിന്ന് കിട്ടും. പക്ഷേ അത് ഫുള്ളിരുന്ന് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, മഗപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഹെക്ടിക് ടാസ്ക്. അപ്പോൾ അതുകൊണ്ട്
അതിൽ സെലക്റ്റീവ് റീഡിംഗ് ആണ് നമ്മൾ ശരിക്കും ഇതിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെലക്റ്റീവ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ബുക്ക് ഇത്രയും വില കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. ഇനി ഇതല്ല, ഈ NCERT കൂടാതെ നോർമൽ ലോവ് അത്ര വലുതുമാണ്, അതിൽ കുറഞ്ഞത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വായിക്കാം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിസാർഡിൻ്റെ K. കൃഷ്ണ റെഡ്ഡി സർ എഴുതിയ ഒരു മെറ്റീരിയൽ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ നോക്കാം, അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, ദെൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട് ഏൻഷ്യൻ്റ് ഇന്ത്യ RS ശർമ്മ ഓൾഡ് NCERT ആണ്. ഈ ഓൾഡ് NCERT കൂടാതെ അവർ പാസ്റ്റ് 1 തീംസ് അവർ പാസ്റ്റ് 1 ആൻഡ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1. ഓക്കെ, അതിൽ 2 മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്, 3 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അവർ പാസ്റ്റ് 1 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതേപോലെ ഏൻഷ്യൻ്റ് ഇന്ത്യ ബൈ RS ശർമ്മ ഓൾഡ് NCERT. ഈ ഏൻഷ്യൻ്റ് ഇന്ത്യ RS ശർമ്മ ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത് ഓൾഡ് NCERT ആണ്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ബുക്ക് സ്റ്റോളിലൊക്കെ അവൈലബിൾ ആവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, പക്ഷേ ഇഫ് യു ഗെറ്റ് ദിസ് RS ശർമ്മ ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ. ഓക്കെ, പിന്നെ അവർ പാസ്റ്റ് 1 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 ഇത് രണ്ടും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ ഏതെങ്കിലും ഒരു ബുക്ക് മതി. ആദ്യം നമ്മൾ ഇതിൻ്റെ വെയിറ്റേജ് നോക്കുക. അപ്പോൾ നമ്മൾ കുറേ ബുക്സ് വായിച്ച് ഡീപ്പ് റൂട്ടഡ് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ബുക്സ് അതിൽ വായിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇനി അവർ പാസ്റ്റ് 1 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 ഇതും കുറച്ചും കൂടി പ്ലീസിങ് ആണ്, നമുക്ക് വായിക്കാൻ കുറച്ച് സുഖമാണ്. നല്ല ഒരു അതിൻ്റെ ഫോണ്ടും കളർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ കണ്ടാൽ പഠിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇനി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതിൽ തന്നെ ഏൻഷ്യൻ്റ് പറഞ്ഞ പോലെ ഓൾഡ് NCERT ബൈ സതീഷ് ചന്ദ്ര ഫോർ മിഡീവൽ ഇന്ത്യ. അത് നിങ്ങൾക്ക് മാസ്റ്റർ ബുക്കായിട്ട് ഉപയോഗിക്കാം, സ്റ്റാൻഡേർഡ് ബുക്കാണ്. ദെൻ അതേപോലെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 2 ആൻഡ് അവർ പാസ്റ്റ് 2 ഇത് രണ്ടുമാണ്. ഈ 3 ബുക്സാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്സ്. മറ്റൊന്നും നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് അതിനു വേണ്ടി വാങ്ങിച്ച് വായിക്കണം എന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ, ഇപ്പം അവർ പാസ്റ്റ് 2 മാത്രം പഠിച്ചാൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് സഫീഷ്യൻ്റ് അല്ല. അതേപോലെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 2 മാത്രം പഠിച്ചാലും അത് അത്രത്തോളം സഫീഷ്യൻ്റ് അല്ല. ബട്ട് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഓൾഡ് NCERT ബൈ സതീഷ് ചന്ദ്ര ഇസ് ഇനഫ് ആൻഡ് മോർ ഫോർ ദിസ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട്. ഓക്കെ, നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട്. ഇതിലും നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓരോന്നും, അതായത് നമുക്കിതിൻ്റെ സിലബസും വൈഡാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമ്മളതിൻ്റെ ആ ഒരു വാസ്റ്റ് ഏരിയ ആണ് നമുക്ക് മുമ്പിലുള്ളത്. ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ഹിസ്റ്ററി ആസ് ആൻ ഓപ്ഷണൽ, നമ്മൾ കൂടുതൽ നമുക്ക് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും കൂടുതൽ ബുക്സും കൂടുതൽ കാര്യങ്ങളും നമുക്ക് വായിക്കാം. പക്ഷേ നിങ്ങളത് എടുക്കാത്തിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് NCERT സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് NCERTയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ബൈ ബിപിൻ ചന്ദ്ര ഓൾഡ് NCERT ആണ്, വളരെ നല്ല ഒരു ബുക്കാണ്. അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 8th ഒരു ബുക്കുണ്ട്, സോ അർജുൻ ദേവ്, റിട്ടൺ ബൈ അർജുൻ ദേവ്. അപ്പോൾ ആ ഒരു ബുക്ക് നല്ലതാണ്. അപ്പോൾ അതിൽ നിന്നും 8th NCERTയിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ദി കണ്ടൻറ്റ് സെയിം 8th 10th ദിസ് ബിപിൻ ചന്ദ്ര +2 ഓൾഡ് NCERT മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതും ഓൾമോസ്റ്റ് കണ്ടൻറ്റ് സെയിം. പക്ഷേ ചില ഭാഗങ്ങൾ നമുക്ക് അർജുൻ ദേവ് 8th NCERT ബുക്ക് ക്ലാസ് സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ തന്നെ അറിയാം, ബിപിൻ ചന്ദ്രയുടെ ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല 8th ഓൾഡ് NCERTയുടെ ഒരു ലാംഗ്വേജ്. കുറച്ചും കൂടി സിമ്പിൾ ലാംഗ്വേജിലാണ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ UPSC പ്രിപ്പറേഷന് നമുക്ക് കടികട്ടിയായിട്ടുള്ള ഇംഗ്ലീഷോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ലാംഗ്വേജിൽ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മോഡേൺ ഇന്ത്യ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബിപിൻ ചന്ദ്രയുടെ നോക്കാം, അല്ലെങ്കിൽ അർജുൻ ദേവിൻ്റെ നോക്കാം. ബോത്ത് ആർ
such a nice book to read for this mains examination. ഇനി സ്പെക്ട്രം, എല്ലാവരും ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് സ്പെക്ട്രം. ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഒരു 800+ പേജസ് ഉള്ള ഒരു ബുക്കാണ്. സോ അത്രയും ബൾക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇഫ് യു വാണ്ട് സം മോർ ക്ലാരിറ്റി റിഗാർഡിങ് എ ടോപ്പിക്, നമ്മൾ ഈ അർജുൻ ദേവും അതേപോലെ ബിപിൻ ചന്ദ്രയുടെയും 2 മെറ്റീരിയൽസ് വായിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എന്താ പറയുക ക്ലാരിഫിക്കേഷൻസ് വേണം എന്ന് തോന്നുന്ന ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർജുൻ ദേവിൽ നിന്ന് റെഫർ ചെയ്യാം. ഫോർ ദാറ്റ് മാറ്റർ നിങ്ങൾ ആ ബുക്ക് വാങ്ങിക്കണം എന്നൊന്നുമില്ല. സോ അത്രയും മേ ബി ബിറ്റ് കോസ്റ്റ്ലി റേറ്റ്, ഐ ഡോണ്ട് നോ. പക്ഷേ എന്നാലും ഇത്ര 800 പേജസൊക്കെ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ നമുക്ക് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് ടൈം ഇഫക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതൊരു റെഫറൻസ് ആയിട്ട് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ വൺ അനദർ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് റിട്ടൺ ബൈ ബിപിൻ ചന്ദ്ര. ഇപ്പം നിങ്ങൾക്ക് ഇഫ് യു ആർ പെർട്ടിക്കുലർ ഇൻ റീഡിങ് ദിസ് ബുക്ക്, എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അയ്യോ അത് പഠിച്ചില്ലെങ്കിൽ എന്താണെന്നൊരു തോന്നലുണ്ടാവും. ആൻഡ് ഇഫ് യു ആർ particular in reading this book, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സം സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് ലൈക്ക് ചാപ്റ്റർ 6, 7, 8, 9, 34, 35 ആൻഡ് 38 ഇത്രയും പേജസ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ദെൻ കൂടുതലും ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു മെറ്റീരിയലാണ് പ്ലാസി ടു പാർട്ടീഷൻ. സോ പ്ലാസി ടു പാർട്ടീഷൻ അതും ഈ പറഞ്ഞതുപോലെ എൻറ്റയർ ബുക്ക് I would not suggest. You can focus on some special topics like role of women, then contribution of capitalist ideas, then tribal participations in freedom movement. അങ്ങനെ കുറച്ച് ടോപ്പിക്സിലേക്ക് നിങ്ങൾക്ക്, അതായത് ഈ NCERTയിൽ നിന്നൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വാട്ട് ഐ ഹാവ് നോട്ട് റെഡ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഇഫ് ദിസ് ബുക്ക് ഈസ് അവൈലബിൾ ഫോർ യു നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഹിസ്റ്ററി പാർട്ടിലേക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഹിസ്റ്ററി പാർട്ട്. അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ജോഗ്രഫി ആയിരിക്കും. പേപ്പർ 1, അതായത് GS പേപ്പർ 1ൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജോഗ്രഫി ആൻഡ് സൊസൈറ്റിയാണ്. അതിൽ സൊസൈറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക, ജോഗ്രഫി സെപ്പറേറ്റ് വീഡിയോ. ഇപ്പോൾ ജോഗ്രഫി GS 1ൽ മാത്രമല്ല എൻറ്റയർ UPSC എക്സാമിൽ ജോഗ്രഫിയുടെ ഒരു പാർട്ട്, അതായത് പേപ്പർ 3ലും എൻവയോൺമെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി ഒക്കെ വരുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ. സോ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ജോഗ്രഫി ഒരു സിംഗിൾ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ പ്രിപ്പറേഷൻ പ്ലാനും ഒക്കെ ഈ വ്ളോഗിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ പേപ്പറിൻ്റെയും, അപ്പം GS1, GS2, GS3 ഓരോ പേപ്പറിൻ്റെയും ഓരോ ടോപ്പിക്സും ഓരോ മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഓരോ പാർട്സ് ആയിട്ടായിരിക്കും ഹൗ ടു പ്രിപ്പയർ ഫോർ GS മെയിൻസ് എന്ന് പറയുന്നത്. മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും ഇത് തന്നെയാണ്. മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതോടൊപ്പം പ്രിലിംസിന് വേണ്ടിയിട്ട് ആ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഞാൻ ചെയ്യാറ്. സോ അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ മറ്റ് IAS ആസ്പിറൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ന്യൂ IAS ലേണിംഗ് പ്ലാറ്റ്ഫോം UPSC Word. ആൻഡ് താങ്ക് യു. ഇറ്റ്സ് മീ ദേവപ്രിയ.